വചനമൊഴി മാർച്ച് 20. വചനഭാഗം എഫേസൂസ് 6:1-9, മർക്കോസിന്റെ സുവിശേഷം 12:35-40. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ദൈവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ചോദിച്ചു, മിശിഹ ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നതെങ്ങനെ? പരിശുദ്ധാത്മാവിൽ ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിന്റെ പുത്രനാകുന്നത്? വലിയ ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവനെ ശ്രവിച്ചു. അവൻ ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കാൻ അവർ ആഗ്രഹിക്കുന്നു. കൂടാതെ പൊതുസ്ഥലങ്ങളിൽ അഭിവാദ്യവും, സിനഗോഗുകളിൽ ഉന്നത പീഠങ്ങളും, വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ഈശോയെ അവരെല്ലാവരും സന്തോഷപൂർവ്വം ശ്രവിച്ചു. ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു. സങ്കീർത്തനം 101:1 ഉദ്ധരിച്ചുകൊണ്ട്, മിശിഹ ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെ? ആരും മറുപടി നൽകുന്നില്ല. ഉത്തരം അവർക്ക് അറിഞ്ഞുകൂടാത്തത് കാരണമാകാം, അല്ലെങ്കിൽ അവർക്കെല്ലാം അറിയാവുന്ന ഉത്തരമായതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം. ഈശോ ചോദ്യങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിലും, ഉത്തരം അറിയാമെങ്കിലും ഇല്ലെങ്കിലും, ഈശോ പറയുന്നതെന്തും സന്തോഷത്തോടെ ശ്രവിക്കുക എന്നതാണ് ജനത്തിന്റെ ഭാവം നമ്മൾ കാണുന്നത്. ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവന്റെ വാക്കുകൾ ശ്രവിച്ചു എന്ന് തിരുവചനം രേഖപ്പെടുത്തുമ്പോൾ എത്രമാത്രം കേട്ടുകൊണ്ടിരുന്നവരുടെ ഉള്ളിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും. സൗഹൃദ സംഭാഷണങ്ങളിൽ പോലും നീരസം നൽകുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. വാക്കും നോട്ടവുമൊക്കെ ഇവിടെ മനസ്സിലാക്കപ്പെടാതെയും സ്വീകരിക്കപ്പെടാതെയും പോകുന്ന ഇരുണ്ട കാലഘട്ടത്തിൽ ഉത്തമ പ്രവചനങ്ങൾ നമുക്കായി പറയുന്നവന്റെ വാക്കിന് വിലയുണ്ടെന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നു. അസഭ്യ വാക്കുകളും താഴ്ത്തിക്കെട്ടിയുള്ള സംസാരങ്ങളും ഇന്ന് സാധാരണമാണ്. പക്ഷേ ശ്രവണ സുഖമോ ഒന്നും അത് നൽകുന്നില്ല. ഇന്ന് വേണ്ടത് അർത്ഥവും മൂല്യവും നൽകുന്ന വാക്കുകളാണ്, ചിന്തകളാണ്. വാക്കിലും പ്രവൃത്തിയിലും അത് നൽകുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നന്മകളും സ്നേഹവും വളർന്ന് നമ്മുടെ വാക്കുകൾ മിശിഹായുടെ വാക്കുകളോട് സമാനമാകും. കേൾക്കുന്നവർക്ക് സന്തോഷവും ആശ്വാസവും നൽകുവാൻ സാധിക്കും. ഈശോയുടെ വാക്കുകൾ സന്തോഷപൂർവ്വം ജനം ശ്രവിച്ചതുപോലെ ഈശോയുടെ വാക്കുകളെക്കുറിച്ച് പറഞ്ഞിരുന്നത് ആധികാരികതയോടുകൂടിയാണ് അവിടുന്ന് സംസാരിച്ചിരുന്നത്. വാക്കിലും പ്രവൃത്തിയിലും അവൻ ശക്തനായ പ്രവാചകനായിരുന്നുവെന്നാണ് ഈശോയുടെ ശിഷ്യന്മാർ പറയുന്നത്. വാക്കും പ്രവൃത്തിയും ഒന്നിച്ച് പോകുന്നവരുടെ പ്രബോധനങ്ങൾ ഹൃദയപൂർവ്വം ശ്രവിക്കുവാൻ, സന്തോഷപൂർവ്വം ശ്രവിക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും സുവിശേഷം പ്രഘോഷിക്കുന്നവരായി മാറുവാൻ ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. അതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.